കൊറിയൻ സംസ്കാരത്തോടും K-പോപ്പിനോടുമുള്ള കൗമാരക്കാരുടെ താൽപര്യം മുതലെടുത്ത് ഓൺലൈൻ ലവ് ഗെയിമുകൾ വഴി കുട്ടികളെ അപകടകരമായ കെണിയിൽപ്പെടുത്തുന്നതായി റിപ്പോർട്ടുകൾ. വെർച്വൽ ലോകത്തെ പ്രണയവും വൈകാരികമായ ടാസ്കുകളും നൽകി കുട്ടികളെ കുടുംബത്തിൽ നിന്ന് അകറ്റുകയും സ്വയം ഉപദ്രവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ ഗെയിമുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഗെയിമിന്റെ ചതിക്കുഴികൾ എങ്ങനെയെന്ന് നോക്കാം. തുടക്കത്തിൽ സ്നേഹത്തോട് സംസാരിക്കുകയും സന്ദേശങ്ങൾ അയക്കുകയും ചെയ്യുന്ന ഒരു വെർച്വൽ കാമുകനോ കാമുകിയോ ആണ് ഈ ഗെയിമിൽ ഉണ്ടാവുക. ഓരോ ദിവസവും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന സാധാരണ ടാസ്കുകളിൽ നിന്ന് തുടങ്ങി പിന്നീട് നിനക്കെന്നെ ഇഷ്ടമാണെങ്കിൽ ഇത് ചെയ്യണം എന്ന രീതിയിലുള്ള വൈകാരിക സമ്മർദ്ദങ്ങളിലേക്ക് ഗെയിം വഴിമാറുന്നു. ഇതോടെ കുട്ടികൾ ഈ ബന്ധം യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുകയും ഗെയിമിന് അടിമപ്പെടുകയും ചെയ്യുന്നു. പിന്നീടാണ് ഗെയിം മരണക്കളിയായി മാറുന്ന ഘട്ടത്തിലെത്തുക. വെർച്വൽ പ്രണയത്തിന്റെ അതിർവരമ്പുകൾ ലംഘിക്കുമ്പോഴാണ് അപകടം തുടങ്ങുന്നത്. കുടുംബാംഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുക, രാത്രി വൈകുവോളം ചാറ്റ് ചെയ്യുക, വൈകാരികമായി തളർത്തുന്ന കാര്യങ്ങൾ ചെയ്യുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ വരുന്നത് കുട്ടികളെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു. മുൻപ് ലോകത്തെ നടുക്കിയ ബ്ലൂ വെയിൽ ഗെയിമിന് സമാനമായ അപകട സാധ്യത ഇത്തരം ഗെയിമുകൾക്കും ഉണ്ടെന്ന് മനഃശാസ്ത്ര വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് വീട്ടിൽ മുൻകരുതലെടുക്കാം. കുട്ടികൾ പെട്ടെന്ന് നിശബ്ദരാകുകയോ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. അവരുടെ മൊബൈൽ ഉപയോഗവും കളിക്കുന്ന ഗെയിമുകളും നിരീക്ഷിക്കുന്നതിനൊപ്പം അവരുമായി തുറന്നു സംസാരിക്കാൻ സമയം കണ്ടെത്തണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു. ഡിജിറ്റൽ പാരന്റിംഗ് കൺട്രോളുകൾ ഉപയോഗിക്കുന്നതും കുട്ടികൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുന്നതും ഇത്തരം കെണികളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ സഹായിക്കും. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ. എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയ്യോ ഒരു മിനിറ്റ്. അച്ഛ PG എൻട്രൻസ് അല്ലേ, മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പഠിച്ചത് മാത്രമേ വരുള്ളൂ മോളെ. അഡ്മിഷന്റെ ഫീസിന്റെ കാര്യത്തില് അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്. വരിക. KSFE ഈ നാടിന്റെ ധൈര്യം.